നോമ്പുകാല ധ്യാനം 17-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ് നോമ്പുകാലം. ഈ വീണ്ടെടുപ്പ് കാലത്ത് കുനിയപ്പെടലിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഭക്ഷണത്തിന് മുമ്പ് പാദം കഴുകി ദേഹവിശുദ്ധി വരുത്തേണ്ടതുണ്ട്. അന്ന് അടിമകൾ പോലും നിവൃത്തികേടുകൊണ്ടാണ് അപരൻ്റെ പാദങ്ങൾ കഴുകിയിരുന്നത്. പെസഹ ഭക്ഷണത്തിന് ഒരുക്കമായി സിഹിയോൻ മാളിക മുറിയിൽ അടിമകൾ ഇല്ലാതിരിക്കെ അപരൻ്റെ പാദാന്തികത്തോളം ആരുടെ തല കുനിയുമെന്ന് മത്സരിച്ച് ശിഷ്യന്മാർ പിന്തിരിയുമ്പോൾ മനുഷ്യന് മുൻപിൽ കുനിയാൻ, അവൻ്റെ പാദം കഴുകി ചുംബിക്കാൻ ക്രിസ്തു തൻ്റെ മേലങ്കിയുടെ ബലവും സംരക്ഷണവും ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ അരക്കച്ച ധരിച്ചു. താലത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ വെള്ളവുമെടുത്ത് ശിഷ്യന്മാരുടെ പാദത്തോളം കുനിഞ്ഞ് എളിമയുടെ മാതൃക കാണിച്ചു തന്നു. അവന് മുൻപ് ഒരു ഗുരു പോലും തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും എന്തേ അവന് മാത്രം ഈ അരുതായ്മ തോന്നിയത്? മാറ്റില്ലാത്ത സ്നേഹത്തിൻ്റെ മാറ്റൊലിയിൽ ഒറ്റിക്കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും ഒറ്റപ്പെടുത്തുന്നവർക്കും ഒരേ അളവിൽ വിളമ്പിയ നിറസ്നേഹമാണ് പെസഹ. ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ഭാവിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ദാ ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ച്, അവരെൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മുൻപിലും തോൽക്കാൻ പഠിപ്പിച്ച്, കുനിയപ്പെടുന്നവരോടുകൂടെ കൂടെയിരിക്കാൻ കുർബാനയോളം ചെറുതായവനാണ് ക്രിസ്തു. മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ചില വേളകളിൽ ഞാനും കുറയേണ്ടതായിട്ടുണ്ട്. ചില കസേരകളിൽ നിന്ന് ഞാൻ എഴുന്നേറ്റാലേ അവർക്കിരിക്കാൻ പറ്റൂ. ചില വാതിലുകളിൽ നിന്ന് ഞാൻ മാറി നിന്നാലേ അവർക്ക് കടന്നു വരാൻ പറ്റൂ. ക്രിസ്തുവിനേക്കാൾ വലിയവരായി നടിച്ച് നാം ജീവിക്കരുത്. നമ്മൾ എത്ര ജീവിച്ചാലും അവൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിനൊപ്പം എത്താൻ സാധിക്കില്ല എന്നത് നമ്മെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്.